company. Hi all, welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കമ്പനിയിലൂടെ സെക്കൻഡ് ചാപ്റ്റർ വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. Now we discussed about this chapter. Chapter 3 പ്രൊമോട്ടർ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ചാപ്റ്റർ. പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പേഴ്സണെയാണ് നമ്മൾ പറയുന്നത് പ്രൊമോട്ടർ എന്ന് കേട്ടോ. ഇപ്പൊ പ്രൊമോട്ടർ എന്താണെന്നുള്ളത് എക്സാം ചോദിക്കാറുണ്ട്. അയാളുടെ ഡ്യൂട്ടീസും മറ്റു കാര്യങ്ങളും എല്ലാം ചോദിക്കാറുണ്ട്. ഒന്ന് പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിയമങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് a number of legal formalities have to be completed and many documents have to be prepared. നമുക്കറിയാലേ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഈ കമ്പനി ഫോം ചെയ്ത് വരുന്നതിനായിട്ട്. അപ്പൊ ഈ ഒരുപാട് ലീഗലായിട്ട് നിയമപരമായിട്ട് ചില ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ കമ്പനീനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം പ്രൊമോട്ടർ ആണ് കമ്പനിയുടെ ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം എടുക്കുന്നത്. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷന്റെ സമയത്ത് കമ്പനിക്ക് വേണ്ട ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, മറ്റു കാര്യങ്ങളെല്ലാം നടത്തുക. ഇതിനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. പ്രൊമോട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രൊമോട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ചില പ്രിലിമിനറി ആയിട്ടുള്ള ചില ഫോർമാലിറ്റീസ് എല്ലാം പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രൊമോട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി പറയുവാണെങ്കിൽ after this they initiate step for completing required formalities for the incorporation of the companies as per section 2 subsection 69 of the Companies Act. Companies Act ന്റെ section 2 subsection 69 പ്രകാരം കമ്പനിയുടെ രജിസ്ട്രേഷന്റെ സമയത്ത് നടത്തുന്ന ആദ്യത്തെ നടത്തുന്ന ഇനീഷ്യൽ സ്റ്റെപ്സ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഹു ഹാസ് കൺട്രോൾ ഓൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഒരേപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി പ്രൊമോട്ടർ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് പെർഫോം ചെയ്യുന്നത് നോക്കിക്കേ. ഫോർമേഷൻ ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂൻസ്. കമ്പനിയുടെ ഫോർമേഷൻ, കമ്പനിയുടെ രൂപീകരണവും അതിന്റെ തുടർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. ക്യാരിങ് ഔട്ട് ഓഫ് റിക്വയർഡ് ലീഗൽ ഫോർമാലിറ്റീസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നു. ദി ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഡയറക്ടിങ് ആൻഡ് അഡ്വൈസിംഗ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. ഓരോ ആക്ടിവിറ്റികളും ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? ഡയറക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികൾ എല്ലാം തന്നെ പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. എക്സസൈസിങ് ഡയറക്ടർ ഇൻ ദാറ്റ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ എല്ലാ അഫയേഴ്സിന്റെ മേലെയും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. A person who is merely signatory of the memorandum of association of a company, or a person who gives funds for the formation of the company, or if a person prepare draft for different documents required to submitted in connection with the incorporation of the company in professional capacity, cannot be called a promoter. Important ആണ് ട്ടോ. ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആയിട്ടുള്ള പ്രൈമറി ഡോക്യുമെന്റ് ആയിട്ടുള്ള മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ചാർട്ടർ എന്ന് വിളിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്ന വ്യക്തി,
ഒപ്പുവെക്കുന്ന വ്യക്തി ഒരിക്കലും ഒരു പ്രൊമോട്ടർ അല്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ഫോർമേഷന്റെ സമയത്ത് കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്യാപിറ്റലോ മറ്റു ഫണ്ടുകളോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും പ്രൊമോട്ടർ അല്ല. അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഡിഫറെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ഡ്രാഫ്റ്റ് ചെയ്യുകയോ പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്, അത് കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അത് കൊണ്ടുപോയിട്ട് രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയും നമ്മൾ എന്തെന്ന് വിളിക്കില്ല? പ്രൊമോട്ടർ എന്ന് വിളിക്കില്ല. ആരെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്? കമ്പനിയുടെ ഇനീഷ്യൽ ആയിട്ടുള്ള, കമ്പനിയുടെ ഫോർമേഷന്റെ സമയത്ത് കമ്പനിയുടെ ഇനീഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ എല്ലാം തന്നെ ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. അല്ലാതെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് മുഴുവനും കൊണ്ടുപോയി എന്താണ് രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ എന്ത് പറയാം കമ്പനിയുടെ ഫോർമേഷൻ സമയത്ത് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയെയോ ഒന്നും തന്നെ നമ്മൾ എന്തെന്ന് വിളിക്കില്ല? പ്രൊമോട്ടർ എന്ന് വിളിക്കില്ല കേട്ടോ. Therefore, we can define a promoter. Promoter എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരെയാണ് പ്രൊമോട്ടർ എന്ന് വിളിക്കേണ്ടത്? പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയാണ് who is involved in performing preliminary formalities. അതാണ് കേട്ടോ. അയാൾ ഏത് മേഖലയിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? പ്രിലിമിനറി ഫോർമാലിറ്റീസ്, പ്രാരംഭമായിട്ടുള്ള ചില വർക്കുകൾ, പ്രാരംഭമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളില് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അയാളാണ് ആ കമ്പനിയെ എന്ത് ചെയ്തെടുക്കുന്നത്? മോൾഡ് ചെയ്ത് രൂപീകരിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കമ്പനിക്ക് രൂപകൽപ്പന കൊടുക്കുന്ന ഒരു ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ കമ്പനി ഇന്ന രീതിയിലാണെന്നുള്ള രീതിയിൽ ഷേപ്പ് ചെയ്യുന്ന, ആ കമ്പനിയെ കമ്പനിയാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ് കേട്ടോ. ഇനി ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. They conceive the idea of the company after making proper investigation about the economic viability and mobilize the required resources. ഈ പ്രൊമോട്ടർ എന്ന് പറയുന്ന വ്യക്തി കമ്പനിയുടെ ഫോർമേഷന്റെ പ്രിലിമിനറി സ്റ്റേറ്റസ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ആ കമ്പനിയെ പറ്റിയിട്ട് അയാൾക്ക് ധാരണ, അയാൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതെന്തിലൂടെയാണ് അയാൾക്ക് ഐഡിയ ലഭിക്കുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമാണ്. പ്രോപ്പർ ആയിട്ട് ആ കമ്പനിയെ പറ്റി അന്വേഷിച്ചറിയുന്നതിലൂടെ മാത്രമാണ് ആ പ്രൊമോട്ടർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ലഭിക്കുന്നത്. അതോടെ അയാൾ മനസ്സിലാക്കണം അയാൾ എക്കണോമിക്കലി ഈ കമ്പനി എത്രത്തോളം വയബിൾ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ റിസോഴ്സസ് എവിടെ നിന്നെല്ലാം മൊബിലൈസ് ചെയ്യണതിനെ പറ്റിയിട്ടൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. They bring together the required number of persons ready to join the task perform the company. കമ്പനിക്ക് വേണ്ടിയിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ടുള്ള വ്യക്തികളെ എല്ലാവരെയും കൂടി കൂട്ടിച്ചേർക്കണം. പ്രൊമോട്ടേഴ്സ് ഓർ പേഴ്സൺസ് അപ്പോയിന്റഡ് ബൈ ദം ആക്ട് ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. നോക്കിക്കേ, പ്രൊമോട്ടർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പേഴ്സൺസോ ഒരു കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവരായിരിക്കും കമ്പനിയുടെ ആരെന്ന് പറയുന്നത്? ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആയിട്ടാണ് അവര് ആക്ട് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ നെയിം, ഒരു പുതിയ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൊമോട്ടർ ആയിരിക്കും ആ ഒരു പുതിയ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മുന്നിലെ അദ്ദേഹം കുറച്ച് പേരുകൾ ആർക്ക് മുന്നിൽ? കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിലേക്ക് കൊടുക്കും. അതിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെയിം സെലക്ട് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു രജിസ്ട്രാർ ഓഫ് എ ന്യൂ കമ്പനി, ഒരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മെനി ഡോക്യുമെന്റ്സ്, ധാരാളം രേഖകൾ, ധാരാളം പ്രമാണങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, ഇങ്ങനെയുള്ള ധാരാളം ഡോക്യുമെന്റ്സ് നമ്മൾ ആർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് പ്രൊമോട്ടറുടെ ജോലി കംപ്ലീറ്റ് ആയെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. പ്രിലിമിനറി ആയിട്ടുള്ള ഫോർമാലിറ്റീസ് പെർഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റ്സ് കൂടി ആർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം? കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. Promoter have to appoint bankers, brokers, underwriters, and legal advisors for the company to help the incorporation of the proposed and complete the legal formalities and perform the host of other jobs relating to the company. കമ്പനിയുടെ മറ്റ് ജോബുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ടും പ്രൊമോട്ടേഴ്സ് ആരെയൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? ബാങ്കേഴ്സിനെയും ബ്രോക്കേഴ്സിനെയും മറ്റ് അണ്ടർറൈറ്റേഴ്സിനെയും എല്ലാം തന്നെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ they also have to take steps for selecting, acquiring suitable place tentatively for establishing factory for the proposed company. ഈ കമ്പനി നിലനിൽക്കുന്ന സ്ഥലം സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ആർക്ക് നിശ്ചയിക്കാവുന്നതാണ്?
പ്രൊമോട്ടർക്ക് നിശ്ചയിക്കാവുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കമ്പനി ഏത് സ്ഥലത്ത് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എന്നത് നിർണ്ണയിക്കാവുന്നതാണ്. The promoter also have entering into a preliminary contract. ഇത് ആര് പ്രൊമോട്ടർ എന്തിൽ ഇൻവോൾവ് ആണ് ഒരു പ്രിലിമിനറി കോൺട്രാക്റ്റില് എൻറ്റയർ ആയിരിക്കും. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അസറ്റും പ്രോപ്പർട്ടീസും എല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ളൊരു പ്രിലിമിനറി കോൺട്രാക്റ്റില് പ്രൊമോട്ടർ എൻറ്റയർ ആയിരിക്കും. Promoters take appropriate step for complying and required legal formalities for incorporation of the company and for filling documents with the registrar of the company, deposit stamp duty and other charge fees required for getting company registered. നോക്കിക്കേ, പ്രൊമോട്ടർ എന്ത് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം നടത്തിയതിനു ശേഷം കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ എന്താണ് ഡോക്യുമെന്റ്സ് എല്ലാം ഫയൽ ചെയ്തതിനു ശേഷം സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് മറ്റു ചാർജസും ഫീസും എല്ലാം ആവശ്യമായിട്ട് കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലീഗൽ പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ. പ്രൊമോട്ടറിന്റെ ലീഗൽ പൊസിഷൻ എന്താന്ന് നോക്കിക്കേ. പ്രൊമോട്ടർ ഓഫ് എ കമ്പനി ടു ബി ഫോംഡ് നെയ്തർ ഇറ്റ്സ് ഏജന്റ് നോർ എ ട്രസ്റ്റി. ഒരിക്കലും ഒരു ഏജന്റ് ആയോ ട്രസ്റ്റി ആയോ ആര് പെർഫോം ചെയ്യുന്നില്ല, പ്രൊമോട്ടർ പെർഫോം ചെയ്യുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് since the company is not yet formed, they cannot be its agent, and since there is no trust, they cannot be trustees. The promoters stand a fiduciary relationship. Underline ചെയ്യട്ടോ, ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണ് ആരുമായിട്ടുള്ളത്, പ്രൊമോട്ടർക്ക് കമ്പനിയുമായിട്ടോ ഉള്ളത്. അല്ലാതെ കമ്പനിയുടെ ട്രസ്റ്റി ആയിട്ടോ ഏജന്റ് ആയിട്ടോ ഒരിക്കലും പ്രൊമോട്ടർ എന്ത് ചെയ്യുന്നില്ല, പെർഫോം ചെയ്യുന്നില്ല. എന്താണ് ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ദാറ്റ് അറ്റ് മോസ്റ്റ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, വളരെ സത്യസന്ധതയോടുകൂടിയും വളരെ വിശ്വസ്തയോടുകൂടിയും പ്രവർത്തിച്ചു കൊള്ളാമെന്നാണ് ആര് ഉറപ്പ് നൽകുന്നത്, പ്രൊമോട്ടർ ഉറപ്പ് നൽകുന്നത്. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ട്രസ്റ്റി ആയിട്ടോ ഏജന്റ് ആയിട്ടോ പെർഫോം ചെയ്യുന്നില്ല. ഇനി ഡ്യൂട്ടീസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. He must act honestly and should not be on any profit directly or indirectly in any transaction. അദ്ദേഹം വളരെ സത്യസന്ധതയോട് കൂടെ ആയിരിക്കണം പെർഫോം ചെയ്യേണ്ടത്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും നേരിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ നേരിട്ടോ അല്ലാതെയോ ഒരിക്കലും യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റും ഒരു ട്രാൻസാക്ഷൻ വഴിയും അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, ഏൺ ചെയ്യാനായിട്ട് പാടില്ല. Although law does not bar him from making out profit, but he cannot earn secret profit without disclosing the company. Law ഒരിക്കലും അയാളോട് പറയുന്നില്ല നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കരുത് എന്നത് ഒരിക്കലും നിയമം പറയുന്നില്ല. എന്നിരുന്നാൽ കൂടി അയാൾ ഒരിക്കലും കമ്പനിയെ വെളിപ്പെടുത്താത്ത തരത്തിലുള്ള പ്രോഫിറ്റ് ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, ഏൺ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് കേട്ടോ. When a promoter makes a secret profit, in case പ്രൊമോട്ടർ ഒരു സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൈൻ ദി കോൺട്രാക്ട് എൻറ്റയർഡ് ടു പ്രൊമോട്ടർ. പ്രൊമോട്ടറുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. പ്രൊമോട്ടർ മേ ബി ആസ്ക് ടു റീഫണ്ട് ദി സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ട്. എത്രത്തോളം സീക്രട്ട് പ്രോഫിറ്റ് ആണ് അദ്ദേഹം ഏൺ ചെയ്തെന്ന് കമ്പനിക്ക് മനസ്സിലായത്, ആ കമ്പനി പറയുന്ന സീക്രട്ട് പ്രോഫിറ്റ് തിരികെ നൽകാനായിട്ട് റീഫണ്ട് ചെയ്യാനായിട്ടായിരിക്കണം. അതല്ലെങ്കിൽ പ്രൊമോട്ടറിനെതിരെ കമ്പനിക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് പോലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊമോട്ടർ ഹാസ് ടു ഡിസ്ക്ലോസ് ഓൾ റെലവെന്റ് ഫാക്ട്സ് ടു ദി കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെടുത്തി വരുന്ന എല്ലാ റെലവെന്റ് ആയിട്ടുള്ള ഫാക്റ്റുകളും കമ്പനിയുടെ മുൻപാകെ പ്രൊമോട്ടർ എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, അത് വെളിപ്പെടുത്തിയിരിക്കണം. ഇൻക്ലൂഡിംഗ് എനി പ്രോഫിറ്റ് മെയ്ഡ് സെല്ലിംഗ് ഓഫ് ഹിസ് ഓൺ പ്രോപ്പർട്ടി ടു ദി കമ്പനി. കമ്പനിയുടെ പ്രോപ്പർട്ടി വിറ്റതിൽ നിന്ന് ലഭിച്ച പ്രോഫിറ്റ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും തരത്തിൽ ലഭിച്ചിട്ടുള്ള റവന്യൂസ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളാണ് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും പ്രൊമോട്ടർ കമ്പനിക്ക് മുൻപാകെ എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. Promoter is bound to pass a benefit to negotiation done by promoter. If he sells the property to the company at a higher price than what was negotiated, the company may be contract to, it can be claimed damages, equities or secret profit earned by him. നോക്കിക്കേ, കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്കാണ് പ്രോപ്പർട്ടി എന്തെങ്കിലും പ്രൊമോട്ടർ മുൻപാകെ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്, കമ്പനിയിലേക്ക് തന്നെ എത്തിക്കണം. അത് സീക്രട്ട് പ്രോഫിറ്റ് ആയിട്ട് വെക്കാനായിട്ട് പാടില്ല. പ്രൊമോട്ടർ മസ്റ്റ് ബി എൻഷുർ ദാറ്റ്
Prospectus issued by the company must contain all material facts. There is no misstatements. Okay, promoter issue ചെയ്യുന്ന കമ്പനിയുടെ പ്രോസ്പെക്ടക്സിലെ റെലവെന്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം മെൻഷൻ ചെയ്തിരിക്കേണ്ടത്. യാതൊരു വിധത്തിലും മിസ്സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിനെ ഫ്രോഡ് ചതിക്കാനായിട്ട് പാടില്ല. ഇനി ടെർമിനേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ് ഡ്യൂട്ടീസ്. പ്രൊമോട്ടേഴ്സിന്റെ ഡ്യൂട്ടീസിനെ നമുക്ക് എങ്ങനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യാം? The promoters remain responsible even after the company is incorporated and the board of directors has take over the management. നോക്കിക്കേ, പ്രൊമോട്ടർ എവിടെ വരെയാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷന്റെ ഭാഗം ആ ഒരു പെർഫോമൻസ് വഴി മാത്രമാണ് പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടി. ശേഷം പ്രൊമോട്ടർ അത് ആരിലേക്ക് വെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കും കമ്പനിയുടെ മാനേജ്മെന്റിലേക്കും എന്ത് ചെയ്യണം എന്നുള്ളതാണ്? വെസ്റ്റ് അത് നിക്ഷിപ്തമാക്കി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ടെർമിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഡ്യൂട്ടീസ്? കമ്പനിയുടെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കമ്പനി ഫോംഡ് ആയി കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടേതായ ഡോക്യുമെന്റ്സ് എല്ലാം ആയതിനു ശേഷം പ്രൊമോട്ടർ പെർഫോം ചെയ്തിരുന്ന പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടി ആരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക്, കമ്പനിയുടെ മാനേജ്മെന്റിലേക്ക് യഥേഷ്ടം ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറിന്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കിക്കേ. പ്രൊമോട്ടർ ആക്ട് ആസ് എ ഫിഡ്യൂഷ്യറി കപ്പാസിറ്റി വിത്ത് എ കമ്പനി ഇൻ ദി കേസ് they make any secret profit out of transaction in this capacity. They are also liable for the company for their actions. നോക്കിക്കേ, കമ്പനി എന്തെങ്കിലും തരത്തിൽ കമ്പനിയുടെ കപ്പാസിറ്റിക്കുള്ളിൽ നിലനിൽക്കുന്നതിന് പുറമെ ആയിട്ടുള്ള എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റുകൾ കമ്പനി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന് ആര് ലയബിൾ ആയിരിക്കണം എന്നുള്ളതാണ്? പ്രൊമോട്ടർ ലയബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നോക്കിക്കേ, ഇനി കമ്പനീസ് ആക്ട് പ്രകാരം പ്രൊമോട്ടറിന്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ certain matters have been prescribed under section 26 have they to be given prospectus issued. If it is not done, promoter are liable to compensate shareholders. അതായത് ശരിയായിട്ടുള്ള വിവരങ്ങളോട് കൂടി ആയിരിക്കണം പ്രോസ്പെക്ടക്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇൻ കേസ് പ്രോസ്പെക്ടക്സിൽ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകൾ ഷെയർ ഹോൾഡേഴ്സിന് വരുവാണെങ്കിൽ ആ ബാധ്യതകൾ ആര് ഏറ്റെടുക്കണം എന്നുള്ളതാണ്? പ്രൊമോട്ടേഴ്സ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇൻ ദി കേസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ഇൻ ദി പ്രോസ്പെക്ടസ് സെക്ഷൻ 35 പ്രൊവൈഡ് ദി സിവിൽ ലയബിലിറ്റീസ് ആൻഡ് പ്രൊമോട്ടേഴ്സ് ക്യാൻ ബി ഹെൽഡ്. നോക്കിക്കേ, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങള്, തെറ്റായ ചില പ്രവർത്തികള് പ്രോസ്പെക്ടക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സിവിൽ ലയബിലിറ്റീസ് ആര് ഹെൽഡ് ചെയ്യണം എന്നുള്ളതാണ്? പ്രൊമോട്ടേഴ്സ് ഹെൽഡ് ചെയ്യണം എന്നുള്ളതാണ്. ലയബിൾ ഫോർ കോമ്പൻസേഷൻ ഫോർ മേക്കിംഗ് അൺട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദി പ്രോസ്പെക്ടക്സ്. പ്രോസ്പെക്ടക്സിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിന് ഒരു കോമ്പൻസേഷനും ആരിൽ നിന്ന് ഈടാക്കും എന്നുള്ളതാണ്? പ്രൊമോട്ടറിൽ നിന്ന് ഈടാക്കും എന്നുള്ളതാണ് കേട്ടോ. There are criminal liabilities also for giving untrue statements in the prospectus in addition to the civil liability of section 36 provide promoters are to be held. ഇനി പ്രൊമോട്ടർ സിവിൽ ലയബിലിറ്റിയെ ഹെൽഡ് ചെയ്യുന്നത് പോലെ തന്നെ പ്രോസ്പെക്ടക്സിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്ത് പബ്ലിക്കിനെ വഞ്ചിക്കുന്നതായിട്ട് കോർട്ടിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടർ ക്രിമിനൽ ലയബിലിറ്റി കൂടെ പ്രൊമോട്ടറുടെ മേലെ ചുമത്തുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇംപ്രസൺമെന്റും ആണ്, തടവ് ശിക്ഷയും ഇത്തരം പ്രൊമോട്ടേഴ്സിന് ലഭിക്കും. നോട്ട് ലെസ് ദാൻ 6 months. 6 മാസത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളതാണ്. ഇൻ കേസ് ആ തടവ് ശിക്ഷ 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റൈറ്റ് മാർക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കോർട്ടിന് 10 വർഷം വരെ അത് നീട്ടാവുന്നതാണെന്നുള്ളതാണ്. Section 300 of this Act contains powers of the tribunal in order to examine all the promoters held guilty or fraud of promotion or formation company business or conduct affairs of the company. നോക്കിക്കേ, സെക്ഷൻ 300 ആക്ട് പ്രകാരം ട്രൈബ്യൂണലിന് ഒരു പവർ ഉണ്ട്. എന്താണ്? പ്രൊമോട്ടേഴ്സിന്റെ എല്ലാ ആക്ടിവിറ്റികളും എക്സാമിൻ ചെയ്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡോ അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസോ പ്രൊമോഷന് സമയത്തോ ബിസിനസിന്റെ സമയത്തോ മറ്റു അഫയേഴ്സിന്റെ സമയത്തോ കണ്ടിട്ടുണ്ടെങ്കിലും ആ കമ്പനി അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു റൈറ്റ് കൂടെ ആർക്കുള്ളതാണ്? ട്രൈബ്യൂണലിന് ഉള്ളതാണ്. പ്രൊമോട്ടേഴ്സ് ആർ ഓൾസോ ലയബിൾ ഫോർ misfeasance or breach of trust or misapplication of funds during the formation of company. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളോ മിസ്ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടുകളും മിസ്ആപ്ലിക്കേഷൻസ് വഴിയായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ നടത്തുന്നത് വഴിയായിട്ട്
ഫോർമേഷന്റെ സമയത്ത് ഉണ്ടെങ്കിൽ അതിനും പ്രൊമോട്ടർ ലയബിൾ ആയിരിക്കണം. പ്രൊമോട്ടേഴ്സ് ആർ പേഴ്സണലി ലയബിൾ ഫോർ ദി പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. അതായത് പ്രൊമോട്ടേഴ്സ് പേഴ്സണലി ലയബിൾ ആവുന്ന സിറ്റുവേഷൻ ആണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിൽ പേഴ്സണൽ ആയിട്ടും പ്രൊമോട്ടേഴ്സ് ലയബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി പ്രൊമോട്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ എങ്ങനെയാണെന്നുള്ളത്. റെമ്യൂണറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അദ്ദേഹത്തിന് എന്താണ് തിരികെ ലഭിക്കുന്നത് എന്നുള്ളത്. Promoters take steps to complete the legal formalities required for forming new company by spending their time and skill. Promoter അദ്ദേഹത്തിന്റെ സമയവും കഴിവും പ്രയോഗിച്ചുകൊണ്ടിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിട്ട് ഒരു പുതിയ കമ്പനിയെ ഫോം ചെയ്യുന്നതിനായിട്ട് ചില ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. They also make efforts in arranging and required fund for the company and spend their own funds for preliminary expenses. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫണ്ടുകൾ പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ടും മറ്റു വഴികൾ മറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സുകൾ യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഫണ്ടുകൾ അറേഞ്ച് ചെയ്യുകയും മറ്റുമെല്ലാം ചെയ്യുന്നു. They have to adequately remunerate for the effort. അദ്ദേഹം ചെയ്യുന്ന ഈ എഫേർട്സിനെല്ലാം തന്നെ നമ്മൾ adequate ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതാണെന്നുള്ളതാണ്. After its formation കഴിഞ്ഞതിന് ശേഷം, രൂപീകൃതം കഴിഞ്ഞതിന് ശേഷം the company has to enter into specific contract with the promoters for the remuneration. കമ്പനി പ്രൊമോട്ടറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? റെമ്യൂണറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നു. ഇനി കമ്പനി പ്രൊമോട്ടർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്താണെന്നുള്ളത് പ്രോസ്പെക്ടസിൽ വൃത്തിയായിട്ട് എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഏതെല്ലാം രീതിയിലാണ് കമ്പനിക്ക് പ്രൊമോട്ടർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്? By selling on property to the company for cash shares at higher price after declaring it complete fact. കമ്പനിക്ക് കമ്പനിയുടെ സ്വന്തം പ്രോപ്പർട്ടി വിറ്റുകൊണ്ടിട്ട് ക്യാഷ് ആയിട്ടോ ഷെയർസ് ആയിട്ടോ കൂടിയ വിലയ്ക്ക് വിറ്റുകൊണ്ടിട്ടാവാം, ഷെയർസ് വിൽക്കുന്നതിന് അനുപാതികമായിട്ടുള്ള കമ്മീഷൻ കൊടുത്തുകൊണ്ടാവാം, ലംസം എമൗണ്ട് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ റെമ്യൂണറേഷൻ കൊടുക്കാം. ബൈ അലോട്ടിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഡിസ്കൗണ്ടിലോ ഫ്രീ ആയിട്ടോ പ്രൊമോട്ടർക്ക് നൽകിക്കൊണ്ട് കമ്പനിക്ക് എന്ത് കൊടുക്കാം? റെമ്യൂണറേഷൻസ് നൽകാവുന്നതാണ്. ഓക്കെ. പൊസിഷൻ ഓഫ് എ പ്രിലിമിനറി ഓർ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. പ്രിലിമിനറി കോൺട്രാക്ടിനെ തന്നെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിന്റെ പൊസിഷൻ എന്താണെന്നുള്ളത്. ഒരു കമ്പനിക്ക് നിലനിൽക്കണമെങ്കിൽ കമ്പനിക്ക് എന്ത് ലഭിക്കണം? കമ്പനി രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി രജിസ്റ്റേർഡ് ആയാലും മാത്രമാണ് കമ്പനിക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണ് കമ്പനിക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നത്? കമ്പനിയുടെ പ്രിലിമിനറി ആക്ടിവിറ്റീസ് എല്ലാം നടത്തി കമ്പനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രാർ അതെല്ലാം കെയർഫുൾ എക്സാമിൻ ചെയ്ത് രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കമ്പനിക്ക് നൽകിയാൽ മാത്രമാണ് കമ്പനിക്ക് എന്ത് ലഭിക്കത്തുള്ളൂ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കത്തുള്ളൂ. അതാണ് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? പ്രൊമോട്ടർ ആരാണ്, പ്രൊമോട്ടറിന്റെ ചില ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ലീഗൽ പൊസിഷൻ എന്താണ്, എപ്പോഴാണ് പ്രൊമോട്ടറിന്റെ ഡ്യൂട്ടീസിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, റെമ്യൂണറേഷൻ എങ്ങനെയാണ്, പൊസിഷൻ എന്താണ്, പ്രീലിമിനറി അല്ലെങ്കിൽ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ടിന്റെ പൊസിഷൻ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്യൂർ പ്രോഗ്രസ് എന്ന് പറയുന്നതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 4 ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ രൂപീകരണം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രൊമോട്ടർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. സ്റ്റേജസ് ഓഫ് എ ഫോർമേഷൻ ഓഫ് എ കമ്പനി. മക്കളെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും മിക്കതിലും നമ്മൾ കണ്ടിട്ടുള്ള ഒന്നാണ് ഫോർമേഷൻ ഓഫ് കമ്പനിയുടെ സ്റ്റെപ്സ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു എസ്സേ പോർഷൻ ആണ് കേട്ടോ. സ്റ്റേജസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഫസ്റ്റ് വൺ പ്രൊമോഷൻ, സെക്കൻഡ് വൺ ഇൻകോർപ്പറേഷൻ, തേർഡ് വൺ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഓക്കെ. പ്രൊമോഷനിൽ അത്യാവശ്യം ഉണ്ട്. പ്രൊമോഷനിലാണ് മെയിൻ ആയിട്ടും. പ്രൊമോട്ടർക്ക് എല്ലായ്പ്പോഴും ഫോം ചെയ്യുന്ന ന്യൂ കമ്പനിയെ സംബന്ധിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിലൂടെ മാത്രമാണ് നമുക്ക് ഐഡിയ ലഭിക്കുന്നത്. അതിനനുസരിച്ച് ക്യാപിറ്റലും മറ്റു റിസോഴ്സസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. The identified persons who become the first signatory of the memorandum of the company, it's also select its first directors.
വളരെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസും കമ്പനിയുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്ന വ്യക്തികളും അവയെ സെലക്ട് ചെയ്യുന്നവരാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. എ കമ്പനി ക്യാൻ ബി ഫോംഡ് ഓൺലി വിത്ത് ഇറ്റ്സ് പർപ്പസ് ഓഫ് ലോഫുള്ളി. ഒരു കമ്പനി ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ആ കമ്പനി പെർഫോം ചെയ്യുന്നതും എങ്ങനെയായിരിക്കണം? അൺലോഫുൾ ആയിരിക്കരുത്, നിയമവിരുദ്ധമായിരിക്കരുത്, ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ദ കമ്പനി മേ ബി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓർ വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനി ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയും ആവാം എന്നുള്ളതാണ് കേട്ടോ. Okay, the promoters take necessary steps for preparation of the and printing memorandum of association and articles of association and other documents for the new company. ഒരു പുതിയ കമ്പനിയുമായി ബന്ധപ്പെടുത്തിയിട്ട് മറ്റുള്ള ഡോക്യുമെന്റുകൾ ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും പ്രിപ്പയർ ചെയ്യുകയും പ്രിന്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ആരാണ്? പ്രൊമോട്ടർ ആണ്. ദേ ടേക്ക് ഹെൽപ്പ് ഓഫ് ലീഗൽ എക്സ്പേർട്സ്, അതുപോലെ തന്നെ CA ഓർ കമ്പനി സെക്രട്ടറി. അവർക്ക് ആരുടെ സഹായങ്ങൾ തേടാവുന്നതാണ്? ഒരു ലീഗൽ എക്സ്പേർട്ടിന്റെയോ CA ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയോ കമ്പനി സെക്രട്ടറിയുടെയോ സഹായം തേടാവുന്നതാണ്. The memorandum and articles are also needed to stamped with the prescribed stamp duty. പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാമ്പ് സ്റ്റിക്ക് ചെയ്തിരിക്കണം. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും സ്റ്റിക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. Memorandum and articles of a company are to be signed by each subscriber of the memorandum by giving his name, address and description and occupation which needs to witnessed by at least one witness. ഒരു വിറ്റ്നസ് എങ്കിലും ആ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവകാശി എന്നൊക്കെ പറയത്തില്ലേ? ഒരാൾക്ക് ആ ഒപ്പ് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലയബിലിറ്റീസ് ആണെങ്കിൽ അസറ്റ്സ് ആണെങ്കിൽ യഥേഷ്ടം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു വ്യക്തിയുടെ അഡ്രസ്സും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്ന വ്യക്തിയുടെ അഡ്രസ്സ്, ഓക്യുപ്പേഷൻ, നെയിം, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. Written consent of directors act to be directors are proposed by the company is also filed with the directors should be submitted written undertaking for the taking of prescribed qualification shares if any. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു റിട്ടൺ ഡോക്യുമെന്റ് കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാരാ പ്രിപ്പയർ ചെയ്യണത്? ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഡോക്യുമെന്റ്സ് ടു ബി ഫിൽഡ് വിത്ത് രജിസ്ട്രാർ. രജിസ്ട്രാർക്ക് മുന്നിൽ ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. Memorandum of association defined as the objective of proposed company and it's considered as a charter. Charter, കമ്പനിയുടെ മാഗ്ന കാർട്ട, പ്രൈമറി ഡോക്യുമെന്റ്, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എന്നൊക്കെയാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ അറിയപ്പെടുന്നത് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ബൈ ഫോർ ദി എവറി കമ്പനി. എല്ലാ കമ്പനിയും ഒരേപോലെ പ്രിപ്പയർ ചെയ്യേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. For a registration of a company, കമ്പനിയുടെ രജിസ്ട്രേഷന്റെ സമയത്ത് a duly signed or properly stamped printed memorandum of association required to be filed with the ROC. ROC means the registrar of company. കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ നമ്മൾ എങ്ങനെയാണ് രണ്ടുപേര് സൈൻ ചെയ്തതും സ്റ്റാമ്പ് ചെയ്തതുമായിട്ടുള്ള ഒരു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എ പ്രൈവറ്റ് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സൈൻഡ് അറ്റ്ലീസ്റ്റ് 2 persons, 2 വ്യക്തികളെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിരിക്കണം. ഇൻ കേസ് പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 അംഗങ്ങളെങ്കിലും സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലോസസ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് ക്ലോസ്, അതായത് ആ കമ്പനിയുടെ ലക്ഷ്യമാണ് അതിൽ മെൻഷൻ ചെയ്യേണ്ടത്. നെയിം ക്ലോസ്, കമ്പനിയുടെ നെയിം മെൻഷൻ ചെയ്യണം. ലയബിലിറ്റി ക്ലോസ്, അതിൽ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ആയിരിക്കണം മെൻഷൻ ചെയ്യേണ്ടത്. നെയിം ആൻഡ് സ്റ്റേറ്റ് ഓഫ് ലൊക്കേഷൻ ഓഫ് ദി കമ്പനി ഓഫ് രജിസ്റ്റർ ഓഫീസ്. ലൊക്കേഷൻ, ഡൊമിസൈൽ ക്ലോസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് ലൊക്കേഷൻ ആണ് അതിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ക്യാപിറ്റൽ മെൻഷൻ ചെയ്യുന്ന ഒരു ക്ലോസ് ഉണ്ടായിരിക്കണം. നെയിം, അഡ്രസ് ആൻഡ് പർട്ടിക്കുലർ സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിലെ നെയിം, അഡ്രസ്, പർട്ടിക്കുലേഴ്സ്, സബ്സ്ക്രൈബേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. ഇതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ 2 പേര് സൈൻ ചെയ്ത് ഒരു സ്റ്റാമ്പൊക്കെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് കണ്ടെയ്നിങ് റൂൾസ് ഓഫ് മാനേജിങ് ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കാണിക്കുന്നത്? കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്, കമ്പനിയും കമ്പനിയുടെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ മെമ്മോറാൻഡത്തിൽ കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണേ.
The articles of association should be signed individually by the subscribers and attested by the witness. കമ്പനിയുടെ മെമ്മോറാൻഡം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. Okay. Section 7 subsection 1 states that declaration of every subscriber to the memorandum of the company and persons who give the consent to the first directors also file stating it's not convicted to the any offense or connection with the promotion, formation or management of any company, or has not been found guilty or any fraud, misfeasance of any breach of duty of the company under this act or any previous company law during the preceding 5 years. Okay. കമ്പനിയുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും ഡിക്ലറേഷൻ എവിടെ ഉണ്ടായിരിക്കണം, മെമ്മോറാൻഡം ഓഫ് കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഴ്സൺസിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം. ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസിൽ ആ ഡയറക്ടേഴ്സ് യാതൊരുവിധ കേസസിലും പെടാത്തൊരു വ്യക്തി ആയിരിക്കണം. യാതൊരുവിധ ഒഫൻസും ഉണ്ടായിരിക്കരുത് അദ്ദേഹത്തിന്റെ പേരിൽ. അതുപോലെ തന്നെ പ്രൊമോട്ടറായിട്ട് യാതൊരുവിധ കണക്ഷൻ ഇല്ലാത്ത വ്യക്തി ആയിരിക്കണം. യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ചതി പ്രവർത്തനങ്ങളോ മിസ്അപ്രോപ്രിയേഷനോ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയിട്ടുള്ള വ്യക്തിയോ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും കേസസ് മുന്നേ ഫയൽ ചെയ്തിട്ടുള്ള വ്യക്തികളോ ഒന്നും ആകാനായിട്ട് പാടില്ല കേട്ടോ. The declaration should also states that declaration state ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ to the best of his knowledge and belief the all documents are filed with the registrar for the registration of the company contain correct, complete and true information. വളരെ സത്യസന്ധതയോടുകൂടെയും മുഴുവനായിട്ടും കൃത്യമതയോടുകൂടെയും രജിസ്ട്രാർക്ക് മുന്നിൽ എല്ലാ ഡോക്യുമെന്റ്സും വളരെ സത്യസന്ധതയോടുകൂടെയും സ്വന്തം അറിവോടുകൂടെയും രജിസ്ട്രാർക്ക് മുന്നിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. Particulars of the persons mentioned in the articles. Articles മെൻഷൻ ചെയ്ത പേഴ്സൺസ് as a first director should be filed with the ROC in the prescribed form and manner. ROC പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലും മാനറും ഇതിലെല്ലാം ഫയൽ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അവരുടെ നെയിം, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അഡ്രസ്, നാഷണാലിറ്റി, ഐഡന്റിറ്റി പ്രൂഫ്, മറ്റ് ബോഡി കോർപ്പറേറ്റിൽ എന്തെങ്കിലും അംഗമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങള്, അങ്ങനെ എല്ലാം മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. Up to the time of the company, കമ്പനിയുടെ സമയമാകുമ്പോൾ the registered office and address of communication to be given. Up to the time of company, as registered office, address of communication to be given. അതായത് ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, അതിന്റെ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന അതിന്റെ അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം തന്നെ രജിസ്റ്റേർഡ് ഓഫീസിലെ രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Promoter should also file statutory declaration signed by the following persons. Promoter ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷന് മുന്നിൽ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. താഴെ പറയുന്ന ഏതെങ്കിലും വ്യക്തികൾ അത് നോക്കിയിട്ട് സൈൻ ചെയ്യുന്നതായിട്ടുണ്ട്. ഒന്നുകിൽ അതൊരു ലീഗൽ അഡ്വൈസർ ആവാം, അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, കോസ്റ്റ് അക്കൗണ്ടന്റ് ആവാം, കമ്പനിയുടെ സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഡയറക്ടർ എന്നോ മാനേജർ എന്നോ സെക്രട്ടറി എന്നോ മെൻഷൻ ചെയ്തിരിക്കുന്ന വ്യക്തിക്കാണെങ്കിലും സൈൻ ചെയ്യാവുന്നതാണെന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഇ ഫയലിംഗ് ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. Section 398 states that central government can make rules for filing, maintenance, inspection, various application forms, etc. through the electronic board. അതായത് എന്താണ് പറയാ, ഇലക്ട്രോണിക്കലായിട്ടുള്ള മാധ്യമത്തിലൂടെ ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും മെയിൻ്റനൻസ് അതുപോലെ തന്നെ ഫയലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് മോഡിലൂടെ ഇതെല്ലാം തന്നെ പെർഫോം ചെയ്യാണ്ട് സെൻട്രൽ ഗവൺമെന്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Central government has the power to make rules for the regard. All the provisions of Information Technology Act 2000 which related to electronic records, electronically ഇതെല്ലാം തന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കമ്പനിയുടെ രജിസ്ട്രേഷൻസ് നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ഫയൽ ചെയ്തുകൊണ്ട് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ provide easy access to public to relevant records. Relevant ആയിട്ടുള്ള റെക്കോർഡ്സിൽ പബ്ലിക്കിന്റേതായിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് വഴിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാവുന്നതാണ്. Helps professionals to provide efficient service for the client companies. ഓരോ കമ്പനികൾക്കും അവരുടേതായ പെർഫോമൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള
പ്രൊഫഷണൽസിന്റെ സഹായം തേടാവുന്നതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ഈസിലി ഫൈൻഡ് രജിസ്ട്രേഷൻ ആൻഡ് വെരിഫൈ ദെയർ ചാർജസ്. നോക്കിക്കേ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ എളുപ്പത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും ചാർജുകളെല്ലാം വെരിഫൈ ചെയ്യാവുന്നതാണ്. ഗവൺമെന്റ് ഈസ് ഹെൽപ്ഡ് വിത്ത് എഫക്റ്റീവ് കംപ്ലൈൻസസ് ഓഫ് ദി ആപ്ലിക്കബിൾ ലോസ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നിയമങ്ങൾ വഴിയായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസസ് ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ സഹായം നമുക്ക് തേടാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇ ഫയലിങ്ങിനെ പറ്റി പറയാവുന്നത്. പിന്നെ ഇ ഫയലിംഗ് ഫെസിലിറ്റി പ്രൊവൈഡേഴ്സ് ഫോർ. ഇ ഫയലിംഗ് ആർക്കൊക്കെയാണ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിക്കേ. ന്യൂ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട്, ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ MCAsന്റെ സ്റ്റാറ്റ്യൂട്ടറി സർവീസസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് ഡയറക്ടേഴ്സിനെ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോംസ് ഒക്കെ ഫയൽ ചെയ്യാനായിട്ട്, വെരിഫിക്കേഷനോ രജിസ്ട്രേഷനോ ഭാഗമായിട്ടുള്ള ചാർജസ് ഒക്കെ പേ ചെയ്യാനായിട്ട്, ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്, ഗ്രീവൻസസ് റീഡ്രസ് ചെയ്യാൻ, അതായത് ഗ്രീവൻസസ് എന്നുണ്ടെങ്കിൽ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫയലിംഗ് ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂ കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് കംപ്ലൈന്റ്സ് റിലേറ്റഡ് ഫയലിംഗ്, അതായത് എന്തൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്? ആനുവൽ റിട്ടേൺ, ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, റിട്ടേൺ ഓഫ് ഡെപ്പോസിറ്റ്, റിട്ടേൺ ഓഫ് അപ്പോയിന്റ്മെന്റ്, റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഫയൽ ചെയ്യുക. ചേഞ്ച് സർവീസസ്, വെൻ ദർ ആർ ചേഞ്ചസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസിലോ ഡയറക്ടേഴ്സിന്റെയിലോ സെക്രട്ടറീസിലോ അഡോപ്റ്റീവ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാനായിട്ടുള്ളത്. ചാർജ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഫയലിംഗ് വിത്ത് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ചാർജസ് ക്രിയേറ്റഡ്, മോഡിഫിക്കേഷൻ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്, ആ രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ചാർജസ് പേ ചെയ്യാനുള്ള ഒരു പോർട്ടലാണത്. Investor services. There are e-forms of the investor e-filing complaints against the company. കമ്പനിക്ക് പകരമായിട്ട് ഫയലുകളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അപ്രൂവൽ, അതായത് കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ ആപ്ലിക്കേഷന്റെ അപ്രൂവൽ നമുക്ക് കൊടുക്കാനൊക്കെ സാധിക്കും. ഇൻഫോർമേഷൻ സർവീസസ്, നമുക്ക് വേണ്ട മറ്റു ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റെപ്സ് ഫോർ ഇ-ഫില്ലിംഗ് പ്രോസസ്. ഇ-ഫയലിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് രജിസ്ട്രേഷൻ, പിന്നീട് ഇലക്ട്രോണിക് ഫോംസ് ഡൗൺലോഡ് ചെയ്യുക, ഇലക്ട്രോണിക് ഫോം കംപ്ലീറ്റ് ചെയ്യുക, ഇലക്ട്രോണിക് ഫോം സബ്മിറ്റ് ചെയ്യുക, പേയ്മെന്റുകൾ അടക്കുക. ഇനി ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രജിസ്ട്രേഷൻ. പ്രൊമോട്ടർ എന്ത് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്ത് ആവശ്യമുള്ള പേയ്മെന്റുകളെല്ലാം പേ ചെയ്തതിന് ശേഷം ROC എന്ത് ചെയ്യുന്നു? രജിസ്ട്രാർ ഓഫ് കമ്പനി എന്ത് ചെയ്യുന്നു? അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ആഫ്റ്റർ ദി ROC സാറ്റിസ്ഫൈഡ് വിത്ത് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ ടു റിക്വയർഡ് രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി ആസ് പെർ ദി ആക്ട്. ആ ഡോക്യുമെന്റ്സിലെല്ലാം ROC സംതൃപ്തനാണ് എങ്കിൽ ROC എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്? കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ROC സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻസ് ഇഷ്യൂ ചെയ്യുന്നു. ആർക്ക് മുന്നിൽ? കമ്പനിക്കായിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ്, ഈ സർട്ടിഫിക്കറ്റിനെയാണ് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നെയിം ഓഫ് ദി കമ്പനി, കമ്പനിയുടെ പേര്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, എന്നാണ് ഇഷ്യൂ ചെയ്തത്, രജിസ്ട്രാറുടെ സിഗ്നേച്ചറും വിത്ത് സീലും. And thereafter the company becomes body corporate having perpetual succession and say common sale. ഒരു പെർപെച്വൽ സക്സഷനോട് കൂടെയും ഒരു കോമൺ സെയിലോട് കൂടെയും ഉള്ള ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ട് ആര് ഫോം ചെയ്യുന്നു? ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി allotment of corporate identity number. A CIN is allotted by registrar from the date of the certificate of incorporation. Certificate of incorporation കൊടുത്ത ആ തീയതിയിൽ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണ് CIN എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇതൊരു കമ്പനിയെ മറ്റൊരു കമ്പനിയിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന ഒരു കോഡ് ആണെന്നത്, നമ്പർ ആണെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്നത്. ഇനി കൺക്ലൂസീവ്നെസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. Companies Act states that certificate of incorporation is not conclusive in case worth is obtained by the false information, any material information was suppressed. Okay. Consequences of incorporation of company by filing false information, suppression of information. എന്തെങ്കിലും തരത്തിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അത് ഫയൽ ചെയ്തപ്പോൾ തെറ്റായ ചില വിവരങ്ങളാണ് ലഭിച്ചത്, അല്ലെങ്കിൽ ശരിയായ വിവരങ്ങളെ മറച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്കാണ് പണിഷബിൾ കിട്ടുന്നത്. അതുപോലെ ഇംപ്രസൺമെന്റ്, തടവും, അതുപോലെ തന്നെ ആ തടവിനെ 10 വർഷം വരെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. അതുപോലെ കോർട്ട് അനുശാസിക്കുന്ന പണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണവും നമ്മൾ
അടക്കാനായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി എഫക്ട്സ് ഓഫ് രജിസ്ട്രേഷന്റെ എഫക്ട് എങ്ങനെയാണ് നോക്കിക്കേ. Corporate life of the company starts from the date of issue certificate of incorporation by ROC. Registrar of കമ്പനിയുടെ രജിസ്ട്രാറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം തുടങ്ങിയാണ് കമ്പനി ആയിട്ട് മാറുന്നത്. കമ്പനിക്ക് ഒരു പെർപെച്വൽ സക്സഷൻ, ഒരു കോമൺ സെയിലോട് കൂടിയുള്ള ഒരു രജിസ്റ്റേർഡ് കമ്പനി ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് കമ്പനിക്ക് ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ലഭിക്കുന്നത്. മറ്റുള്ള പേഴ്സൺസിൽ നിന്നും കമ്പനിയെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഒന്നാണിത്. ROC issues certificate certifying company has been incorporated after his filing required documents, memorandum of association, articles of association and various declarations. ധാരാളം declarations കൂടാതെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് കമ്പനിക്ക് എന്ത് ലഭിക്കുന്നത്? ഇൻകോർപ്പറേഷൻ ലഭിക്കുന്നത്. In the case of limited liability company, ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണെങ്കിൽ രജിസ്റ്റർ ഓൾസോ സർട്ടിഫൈഡ് ദാറ്റ് ഇറ്റ്സ് ലിമിറ്റഡ് കമ്പനി, അത് ലിമിറ്റഡ് കമ്പനി ആണെന്ന് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മെൻഷൻഡ് ഇൻ ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്നാണോ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയത് ആ ഡേറ്റ് കൂടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഇൻകോർപ്പറേഷൻ വഴിയായിട്ട് കമ്പനിക്ക് ലഭിക്കുന്നത്? Subscriber of the memorandum and other persons who become members of the company from time to time shall constitute the body corporate by name containing its memorandum of association. Okay. കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ് മെമ്മോറാണ്ടത്തിൽ വന്നതിന് ശേഷം അത് കമ്പനിയുടെ മെമ്പേഴ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. കമ്പനി അക്വേഴ്സ് പെർപെച്വൽ സക്സഷൻ, കമ്പനിക്ക് കമ്പനിയുടേതായ ഒരു നിലനിൽപ്പ് ഉണ്ടാകുന്നു. അതായത് കമ്പനിയിലെ മറ്റു പേഴ്സൺസിന് മരണമോ ഇൻസാനിറ്റിയോ ഇൻസോൾവൻസിയോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത് കമ്പനിയെ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ, രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമാണ് കമ്പനിക്ക് കമ്പനിയുടെ പേരിലാണെങ്കിൽ കമ്പനിക്ക് മറ്റുള്ള വ്യക്തികളുടെ പേരിലാണെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരിലാണെങ്കിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കമ്പനി is wind up shareholders is contribute to its asset to the extent of amount remaining unpaid to shares. The amount is guaranteed as is. അത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് എത്രത്തോളം എമൗണ്ട് ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ എമൗണ്ടുകൾ തിരികെ എടുക്കാനായിട്ടാണെങ്കിൽ എത്രത്തോളമാണ് കൊടുക്കാത്ത ഷെയർ അതെല്ലാം തീരുമാനിക്കുന്നത് രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷമാണ്. The company can hold its property its own name, not considered to be joint property of its shareholders. കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള പ്രോപ്പർട്ടി കമ്പനിയുടെ സ്വന്തം പേരിൽ വാങ്ങിക്കാനാണെങ്കിലും വിൽക്കാനായിട്ടും സാധിക്കുന്നത് രജിസ്ട്രേഷനിലൂടെ മാത്രമാണ്. The company and its members bounded by provisions of memorandum and articles of association. കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും മെൻഷൻ ചെയ്തിരിക്കുന്ന രീതിയിൽ അനുസരിച്ചിട്ടാണ് പിന്നീടുള്ള കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്ക്. ഇനി കമൻസ്മെന്റ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. The company incorporated after commencement of a Companies Amendment Act 2019. 2019 കമ്പനിയുടെ കമൻസ്മെന്റ് ഓഫ് കമ്പനീസ് അമെന്റ്മെന്റ് നടത്തിയതിനു ശേഷമാണ് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോട് കൂടെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Company is liable to a penalty of 50,000 rupees if there any defaulter complying with the sections of every officer in default shall be liable for penalty 1,000 rupees for each during which is default continues. Maximum 1 lakh. നോക്കിക്കേ, കമ്പനി എന്തെങ്കിലും തരത്തിൽ കമ്പനിയിൽ ചെയ്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ 50,000 രൂപയാണ് കമ്പനി പെനാൽറ്റി അടക്കേണ്ടത്. ഇൻ കേസ് ഓഫീസർക്ക് മുന്നിലെ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ 1,000 റുപ്പീസോടെ ഒരു ദിവസം 1,000 റുപ്പീസ് ആണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. Name of the company may also struck off by the registrar from the registrar of company. കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുന്നിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നെയിമിലായിരിക്കണം എന്ത് ചെയ്യുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് സ്ട്രക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. In order how to check the shell companies, the registrar is also having empowered to physically verify whether or not the company carrying on business from its registered office otherwise may initiate act. കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ രജിസ്റ്റേർഡ് ഓഫീസിന്റെ പ്ലേസ് മാറ്റുകയോ അഡ്രസ് മാറ്റുകയോ പുതിയ പാർട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ എന്ത് മാറ്റം വന്നാലും അത് കമ്പനിയുടെ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്, അപ്ഡേഷൻസ് നടത്തേണ്ടതാണ്. നടത്താത്ത പക്ഷം എന്തെങ്കിലും തരത്തിലുള്ളൊരു രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പെനാൽറ്റി ഈടാക്കുന്നതായിരിക്കും. രജിസ്ട്രാറുടെ മുന്നില് കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചത്. 2 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടക്കം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും പഠിക്കണേ.
ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് പ്രൊമോട്ടറും അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന് പറയുന്ന 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും ആണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഇന്ന് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.